ചിലരെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, അവരെന്ത് കോൺഫിഡൻ്റ് ആണ്, എങ്ങനെയാണ് അവരിത്ര കോൺഫിഡൻ്റ് ആയത് എന്നെല്ലാം. അതിനുള്ള ഒരേ ഒരു ഉത്തരം, ദേ ഹാവ് ഡൺ ദി വർക്ക് യു ഹാവൻറ്റ് ഡൺ. അതിന് കാരണം ഇതാണ്: നമ്മുടെ തലച്ചോറ് എവിഡൻസിനായി, തെളിവിനായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. തെളിവുകൾ കിട്ടുന്നതിനനുസൃതമായി അത് നമ്മുടെ ഐഡൻറ്റിറ്റിയെയും കോൺഫിഡൻസിനെയും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തലച്ചോറ് എപ്പോഴും എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മുടെ തലച്ചോറ് പറയും, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പരിചിതമല്ലാത്തതിനാൽ നമ്മെ സംരക്ഷിക്കുന്നതിനായി അത് നമുക്ക് ആ ഒരു കാര്യത്തെ ത്രെറ്റായി, ഒരപകടമായി കാണിക്കുന്നു. കാരണം നമ്മുടെ തലച്ചോറ് നമ്മുടെ അതിജീവനത്തിന്, സർവൈവലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മുടെ സക്സസ്സിനല്ല. അതുകൊണ്ട് ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. എന്നാൽ ഒരിക്കലത് നമ്മൾ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിന് പരിചിതമാവുകയും പിന്നീട് ആ ഒരു കാര്യത്തെ അപകടമായി കാണുന്നത് അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. കോൺഫിഡൻസ് ഒരു മസിൽ പോലെയാണ്. അത് ഉപയോഗിക്കുന്നതിനനുസൃതമായി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യത്തിൽ കോൺഫിഡൻസ് വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ ട്രാക്ക് ചെയ്യുക എന്ന് ലൈല പറയുന്നു. ഉദാഹരണമായി, വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ദിവസവും താൻ എന്ത് കഴിക്കുന്നു, വർക്കൗട്ട് എത്ര ചെയ്യുന്നു എന്നെല്ലാം ദിവസവും ട്രാക്ക് ചെയ്യുക. ചിലപ്പോൾ ഒരു പക്ഷേ ചില ദിവസങ്ങളിൽ കൃത്യമായി ഡയറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല. എങ്കിലും അത് ട്രാക്ക് ചെയ്യുമ്പോൾ സ്റ്റഡി പ്രോഗ്രസ് ഇല്ലെങ്കിലും സാവധാനം ഗ്രാഫിൽ പുരോഗതി കണ്ടെത്താൻ സാധിക്കും. ഇത് നമ്മുടെ തലച്ചോറിന് ഒരു തെളിവായി നിലകൊള്ളുന്നു. അങ്ങനെ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. കോൺഫിഡൻസ് ഡേറ്റയിൽ നിന്നുമാണ്, ഡോപ്പമിനിൽ നിന്നും അല്ല എന്ന്, അതായത് ഒരാവേശം കൊണ്ട് നേടിയെടുക്കുന്നതല്ല എന്ന് ലൈല ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പുരോഗതി കാണിക്കുന്നുവെങ്കിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നണമെന്നില്ല. അതിന് കാരണം നമ്മൾ അവയെ ട്രാക്ക് ചെയ്യാത്തതാണ്. അപ്പോൾ മാത്രമേ നമ്മുടെ വിജയങ്ങൾ നമുക്ക് കണ്ടെത്താനാവുകയുള്ളൂ. കാരണം നാച്ചുറലായി നമ്മുടെ തലച്ചോറ് നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് നമ്മെ കാണിക്കുന്നു. ഇനി ഞാൻ ലക്ഷ്യത്തിലെത്താൻ ചെയ്യുന്ന കാര്യം ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും എൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നില്ല, എനിക്ക് പ്രോഗ്രസ് കാണാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അതിന് മറ്റൊരു കാരണമുണ്ടായിരിക്കാം. നിങ്ങൾ ടു ബിഗ്ഗായ ഒരു ലീപ്പായിരിക്കാം എടുക്കാൻ ശ്രമിക്കുന്നത്. വേഗത്തിൽ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനൊരു വഴി ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുക എന്നതാണ്. സ്റ്റാർട്ട് സ്മോൾ. ഏറ്റവും ചെറുതായാൽ നിങ്ങളതൊരിക്കലും മിസ് ചെയ്യാൻ, നഷ്ടപ്പെടുത്താൻ സാധ്യതയില്ല. ഒരു ഫിറ്റ്നസ് ട്രെയിനർ ചെയ്തിരുന്ന ഒരു കാര്യം പറയാം. അദ്ദേഹം തൻ്റെ ക്ലയൻസിനെ ആദ്യത്തെ ഒരാഴ്ച വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. ഒരാഴ്ച വരെ ദിവസവും രാവിലെ ഉണരുമ്പോൾ തങ്ങളുടെ കിടക്ക ശരിയായിട്ട് ഓർഗനൈസ്ഡ് ആക്കിയ ശേഷം അവിടെ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്ത് അദ്ദേഹത്തിന് അയക്കുക എന്നതായിരുന്നു അവരുടെ ടാസ്ക്. അത് ചെയ്യാൻ പ്രയാസകരമല്ലാത്തതിനാൽ അത് തങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ സക്സസ്ഫുൾ ആയി എന്ന ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ അവരെ സഹായിച്ചു. അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് ഒരു റിവാർഡ് ഫീലിംഗ് തരുമെന്നതാണ് സത്യം. ഒരു മാസത്തിൽ നേടേണ്ട ഒരു ഗോൾ എന്താണെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിലേക്ക് എത്താനുള്ള 20 ചെറിയ സ്റ്റെപ്സായി അതിനെ തിരിക്കാം. അങ്ങനെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും അത് ടിക്ക് ചെയ്തു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വലിയ ഗോളിലേക്ക് മാസാവസാനം എനിക്ക് എത്താൻ സാധിക്കുമോ എന്ന് ആകുലപ്പെട്ടുകൊണ്ടിരിക്കാതെ ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും ഒരു ദിവസം പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന് മാത്രം നോക്കിയാൽ കാര്യങ്ങൾ അല്പം കൂടി ഈസി ആവുകയും കാര്യങ്ങൾ നീങ്ങുന്നതായി അനുഭവപ്പെടുകയും എന്നെക്കുറിച്ച് തന്നെ നല്ലത് തോന്നുവാൻ കാരണമാവുകയും ചെയ്യും. ഉദാഹരണമായി, പബ്ലിക് സ്പീക്കിങ്ങിൽ ഭയമുള്ളൊരു വ്യക്തി ആദ്യം സ്റ്റേജിൽ കയറി ആളുകളെ ഫേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അടുത്തൊരു പ്രാവശ്യം ഹായ് പറയുന്നു, പിന്നീട് 1 മിനിറ്റോളം സംസാരിക്കുന്നു, പിന്നെ അത് 10 മിനിറ്റ് ആക്കുന്നു, വീണ്ടും സമയം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ സാവധാനം കോൺഫിഡൻസ് വർദ്ധിക്കുന്നത് പോലെ. ഇനി ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഈ ചെറിയ സ്റ്റെപ്പ് എടുക്കാൻ പോലും എനിക്ക് ഭയമാണെങ്കിലോ? ഇമോഷൻ ഫോളോസ് മോഷൻ. നമ്മൾ ഭയക്കുന്ന, നമ്മളിൽ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ അതിനെ ടോളറേറ്റ് ചെയ്യാൻ, സഹിക്കാൻ തയ്യാറായാലേ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്വയം തീരുമാനമെടുക്കണം, ഞാൻ ഭയന്ന് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന്.
ഭയം നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നുവെന്നതിന് ഒരു തെളിവാണ്. അതുണ്ടാകുന്നത് തെറ്റല്ല. എന്നാൽ ആ ഒരു കാര്യം ചെയ്യുന്നതിന് ഭയമുണ്ടാകരുത് എന്ന് ചിന്തിക്കുന്നതാണ് തെറ്റ്. എന്നാൽ മുൻപ് സൂചിപ്പിച്ച നമ്മുടെ തലച്ചോറിൻ്റെ പ്രത്യേകതകളാൽ കാര്യങ്ങൾ ചെയ്യാതെ അതുമായി ബന്ധപ്പെട്ട ഭയത്തെ മാറ്റുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഭയത്തെ ഒരു കൂട്ടുകാരനെ പോലെ, കൂട്ടുകാരിയെ പോലെ കൂടെ കൊണ്ടു നടക്കുമെന്ന് തീരുമാനമെടുക്കുക. അതിനെ എനിക്ക് ശരീരത്തിൽ അനുഭവപ്പെടാം, അതിനെ എനിക്ക് ഇഷ്ടമല്ലായിരിക്കാം, എങ്കിലും ആ ഭയം കൂടെയുള്ളപ്പോഴും ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്തിരിക്കുമെന്ന് തീരുമാനമെടുക്കുക. അങ്ങനെയാണ് നമ്മൾ കോൺഫിഡൻസ് വളർത്തുന്നത്.